പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് റിയൽ സോളിഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അമോർഫസ് സോളിഡ്സ് റിയൽ സോളിഡ്സേ അല്ല, സ്യൂഡോ സോളിഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡുകളെ പറ്റിയാണ്. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡുകളെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ദ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ മെയിൻലി 4. അതായത് ക്രിസ്റ്റലൈൻ സോളിഡുകൾ നിർമ്മിച്ചിരിക്കുന്ന കണികകളുടെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ, ആ കണികകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ബേസിസിൽ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡുകളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, ലാസ്റ്റ് കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു മോളിക്കുലാർ സോളിഡ്സിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. ഒന്ന് പോളാർ, മറ്റൊന്ന് നോൺ പോളാർ ആൻഡ് ലാസ്റ്റ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. നമുക്ക് തുടങ്ങാം. ആദ്യം മോളിക്കുലാർ സോളിഡ്സ്. ആ പേരിൽ തന്നെ ഉണ്ട് സോളിഡ്സ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, തന്മാത്രകളാൽ നിർമ്മിതമായിരിക്കുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ സോളിഡ്സ്. സോ ദ ഫസ്റ്റ് പോയിന്റ്, what are molecular solids? Solids which are made up of molecules. If the constant particles are molecules, then the solids are called molecular solids, and they are again classified into polar, non-polar and hydrogen bonded molecular solids. First of all, polar molecular solids. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പോളാർ മോളിക്കുലാർ സോളിഡുകളെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ +1 പഠിച്ചതാണ് പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു HCl, അതൊരു പോളാർ മോളിക്യൂളാണ്. കൂടാതെ H2O വാട്ടർ മോളിക്യൂൾ, ഇതൊരു പോളാർ മോളിക്യൂളാണ്. അപ്പോൾ ഇത്തരത്തിൽ HF ഇതൊരു പോളാർ മോളിക്യൂളാണ്. SO2 ഒരു പോളാർ മോളിക്യൂളാണ്. അപ്പം ഇത്തരത്തിൽ പോളാർ മോളിക്യൂൾ എന്ന് വെച്ചാൽ അർത്ഥം ദ മോളിക്യൂൾസ് കണ്ടെയ്ൻ ഓർ മോളിക്യൂൾ വിച്ച് ഹാവ് പോളാർ കോവാലൻ്റ് ബോണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ള 2 ആറ്റങ്ങൾ കോവാലൻ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടാൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി ആറ്റം അട്രാക്റ്റ് ചെയ്യുകയും ആ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടുകയും രണ്ടാമത്തെ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്യുമെന്ന് നിങ്ങൾ പഠിച്ചു. അങ്ങനെയുള്ള കോവാലൻ്റ് ബോണ്ടുകളെ പോളാർ കോവാലൻ്റ് ബോണ്ടുകളെന്നും അങ്ങനെയുള്ള മോളിക്യൂളുകളെ നിങ്ങൾ പോളാർ മോളിക്യൂൾസ് എന്നും പഠിച്ചിട്ടുണ്ട് +1. അത്തരത്തിലുള്ള പോളാർ മോളിക്യൂളുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സോളിഡ്സിനെ, ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഈ പോളാർ മോളിക്കുലാർ സോളിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൊളാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ the intermolecular force of attraction is weak dipole interaction. അതായത് പോളാർ മോളിക്യൂൾസിൽ പൊളാരിറ്റി, മോളിക്യൂളിന് കോവാലൻ്റ് ബോണ്ടിന് പൊളാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മോളിക്യൂളുകൾ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സായ ഡൈപോൾ അട്രാക്ഷൻ ആണ്. അതൊരു വീക്ക് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോളാർ മോളിക്കുലാർ സോളിഡുകളെല്ലാം നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോ ആണ് കാണപ്പെടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അമോണിയ. നിങ്ങൾക്കറിയാം അമോണിയയും ഒരു പോളാർ മോളിക്കുലാർ സോളിഡാണ്. സൾഫർ ഡൈ ഓക്സൈഡ് പോളാർ മോളിക്കുലാർ സോളിഡാണ്. സോളിഡ് ആണെന്ന് പറയുമ്പോഴും നോർമൽ ടെമ്പറേച്ചറിൽ അവർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഡ്യൂ ടു ദ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പൊളാരിറ്റി ഉണ്ട് എന്ന് കരുതി ദ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പക്ഷേ അവർ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാറില്ല, കണ്ടക്ട് ചെയ്യാറില്ല. ഇത് പോളാർ മോളിക്കുലാർ സോളിഡ്സിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി, വാട്ട് ആർ പോളാർ മോളിക്കുലാർ സോളിഡ്സ്? ദ സോളിഡ്സ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് പോളാർ മോളിക്യൂൾസ്. യു നോ വാട്ട് ആർ പോളാർ മോളിക്യൂൾസ്? Those molecules which have a polar covalent bond is called polar molecules. Examples are there. In polar molecules in the property, main property, the attractive force between the molecules, and it is weak van der Waals force
ലൈക്ക് ഡൈപോൾ ഇൻട്രാക്ഷൻ. അതായത് പോളാർ മോളിക്യൂളിലുള്ള ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് ആയ ഡൈപോൾ ഇൻട്രാക്ഷനാണ്. അത്രയും വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇൻ റൂം ടെമ്പറേച്ചർ ദേ എക്സിസ്റ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഈ സബ്സ്റ്റൻസുകളെല്ലാം റൂം ടെമ്പറേച്ചറിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അവരൊരിക്കലും ഇലക്ട്രിസിറ്റിയെ എന്ത് ചെയ്യാറില്ല, കണ്ടക്ട് ചെയ്യാറില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അടുത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സോളിഡ്സ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ് സച്ച് ആസ് Cl2, H2, O2, N2 എക്സെട്ര. ബിക്കോസ് നിങ്ങൾക്കറിയാം നോൺ പോളാർ കൊവാലൻ്റ് ബോണ്ടുള്ള മോളിക്യൂൾ മീൻസ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്ന ആറ്റംസ് ദേ ആർ same atoms or atoms having same electronegativity, which means chlorine molecule, hydrogen molecule, oxygen molecule. ഈ പറയുന്ന നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സോളിഡ്സ് ദേ ആർ കോൾഡ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഇനി the intermolecular attraction between these particles are very weak attraction, very weak van der Waals force of attraction. They are എന്താണ് ഈ പറയുന്ന നോൺ പോളാർ മോളിക്കുലാർ സോളിഡുകൾ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. നമ്മൾ 11th പഠിച്ചു. വെരി വീക്ക് ആയിട്ടുള്ള ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് വീക്കർ ദാൻ ദ ഡൈപോൾ ഇൻട്രാക്ഷൻ. ഡൈപോൾ ഇൻട്രാക്ഷനേക്കാൾ വീക്കായിട്ടുള്ള ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ആരേക്കാൾ പോളാർ മോളിക്കുലാർ സോളിഡ്സിനേക്കാൾ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വളരെ ലോയാണ്. ആൻഡ് ദേ ആർ ആൾസോ എക്സിസ്റ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. ദേ ആൾസോ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സോളിഡ്സ്. നോൺ പോളാർ മോളിക്യൂൾ മീൻസ് ഒരേപോലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റംസ് കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള മോളിക്യൂൾസ്, ഡയറ്റോമിക് മോളിക്യൂൾസ്. ഈ മോളിക്യൂളുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സോളിഡ്സ്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂളുകൾ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്, വിച്ച് ഈസ് വീക്കർ ദാൻ ഡൈപോൾ ഇൻട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ദിസ് വൺ ആൾസോ ഓർ non-polar molecular solids also exist in gaseous state at room temperature and they are also do not conduct electricity എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് പറയാനുള്ളത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് HFൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പോളാർ മോളിക്കുലാർ സോളിഡ് പോലെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം. വാട്ടർ, HCl ഒക്കെ ഇതിൽ വരുന്നതാണ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിൽ വരുന്നതാണ്. ഞാൻ പിന്നെ അവിടെ എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. H2O, HF ഇവിടെയൊക്കെ പ്രത്യേകത നിങ്ങൾക്കറിയാം. HF എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്താൽ അവിടെ പൊളാരിറ്റി ഉണ്ട് എങ്കിൽ പോലും പ്ലസ് മൈനസ് ഇവിടെ ഫ്ലൂറിനും ഹൈഡ്രജനും തമ്മിലൊരു വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ hydrogen atom and an electronegative atom of the other molecule, അതായത് of the same molecule or different molecule. അതായത് ഒരു മോളിക്യൂളിലെ ഹൈഡ്രജൻ ആറ്റവും തൊട്ടടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റവും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. അത് ഒരേ മോളിക്യൂളിലാകാം, വ്യത്യസ്ത മോളിക്യൂളിലാകാം. ഒരേ മോളിക്യൂളിനകത്താണെങ്കിൽ നമ്മൾ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നും ഡിഫറൻറ്റ് മോളിക്യൂളിലുള്ള ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിച്ചു. ഇങ്ങനെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്യൂളുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സോളിഡ്സ് ദേ ആർ കോൾഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഒരിക്കൽ കൂടി ആ പേര് തന്നെ ഉണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള അഥവാ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്യൂളുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സോളിഡ്സ്. അതായത് ആ മോളിക്യൂളിൽ ഒന്നിൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകണം, കൂടാതെ തൊട്ടടുത്ത മോളിക്യൂളിൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം കൂടി ഉണ്ടാകണം. അത് ഓക്സിജൻ ആകാം, നൈട്രജൻ ആകാം, ഫ്ലൂറിൻ ആകാം, ക്ലോറിൻ ആകാം. അങ്ങനെയുള്ള മോളിക്യൂൾസുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സോളിഡ് ദേ ആർ കോൾഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇവിടുത്തെ പ്രത്യേകത
നമ്മൾ മുകളിൽ പഠിച്ച 2 പേരുടെ അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാൾ മച്ച് മോർ സ്ട്രോങ്ങർ അട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അമോണിയ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്യൂളുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സോളിഡ്സ്. പ്രത്യേകത, ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും തൊട്ട് മുകളിലുള്ള 2 മോളിക്കുലാർ സോളിഡുകളെക്കാൾ കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവരും പക്ഷേ ഇലക്ട്രിസിറ്റിയെ എന്ത് ചെയ്യാറില്ല, കണ്ടക്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ഇത്രയുമാണ് മോളിക്കുലാർ സോളിഡുകളെ പറ്റി പറയാനുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് അയോണിക് സോളിഡുകളെ പറ്റിയാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, solids which are made up of ions. Means if the constituent particles are positive and negative ions, then the solids are called ionic solids. For example, NaCl, KCl, MgCl2, all ionic compounds are examples of ionic solids. നിങ്ങൾക്കറിയാം, in ionic solids the intermolecular force of attraction between the ions are very strong electrostatic force of attraction, and therefore we all know that they exist in solid state at room temperature, and they have very high melting and boiling point, and they are very hard and brittle in nature. കൂടാതെ they will conduct electricity in molten state or in the solution state, not in the solid state, and they are highly soluble in water or polar solvents. പറഞ്ഞു വന്നത്, അയോണിക് സോളിഡ്സ് എന്നാൽ അയോണുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സോളിഡുകളാണ്. ഇവിടെ പാർട്ടിക്കിളുകൾ, അതായത് അയോണുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമാണ്. ഇവർ വളരെ ഹാർഡാണ്, ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ മീൻസ് ഫോഴ്സ് കൊടുത്താൽ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്തു പോകും, പൊട്ടിപ്പോകും എന്നുള്ളതാണ്. പിന്നെ അയോൺസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ദേ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി in the molten state or in the solution state. Why? Because in solid state they do not conduct electricity. You know the reason? Because the ions can't move freely in solid state, because in solid state the ions are very tightly or closely packed. So they will not conduct electricity in solid state but conduct electricity in molten or solution state. Means ഉരുകിയ ദ്രാവക അവസ്ഥയിൽ ഇരിക്കുമ്പോഴോ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ആയിരിക്കുമ്പോഴോ അയോണുകൾക്ക് സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കുകയും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ആൻഡ് ദേ ആർ ഹൈലി സോൾബിൾ ഇൻ പോളാർ സോൾവെൻറ്റ്സ് ലൈക്ക് വാട്ടർ. അപ്പം ഇത്രയുമാണ് മോളിക്കുലാർ സോളിഡ്സ്. രണ്ടാമത്തത് അയോണിക് സോളിഡ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറ്റാലിക് സോളിഡുകളെ പറ്റി ആണ്. അടുത്തത് മെറ്റാലിക് സോളിഡ്സ് ഓർ മെറ്റൽസ്. അപ്പോൾ in metallic solids or in these solids, the constituent particles are positively charged metal ions called kernels and free electrons. അതായത് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ആറ്റങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന സോളിഡുകളെയാണ്, അതായത് മെറ്റൽ ആറ്റംസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സോളിഡ്സിനെയാണ് നമ്മൾ മെറ്റാലിക് സോളിഡ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ എന്താണ് ഇവിടെ പറഞ്ഞത്? നിങ്ങൾക്കറിയാം, മെറ്റൽ ആറ്റംസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹാവിങ് എ ബിഗ് ഓർ ലാർജർ അറ്റോമിക് സൈസ്. അവരുടെ സൈസ് വളരെ 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 കൂടുതലാണ്. അങ്ങനെ ഹെവിയർ അറ്റോമിക് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ആറ്റങ്ങളുടെ മെറ്റൽ ആറ്റങ്ങളുടെ ഔട്ടർ ഇലക്ട്രോൺസ് എപ്പോഴും ഫ്രീ ടു മൂവ് ആണ്. മീൻസ് ഔട്ടർ ഷെല്ലുള്ള ഇലക്ട്രോണുകൾ എപ്പോഴും വേണോ ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്നും പുറത്തേക്ക് പോകാം. സോ ദാറ്റ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, they will easily move out from the atom and they can move freely in throughout the metal. അതായത് ഹെവിയർ അറ്റോമിക് സൈസ് ആയതുകൊണ്ട് ഔട്ടർ ഷെല്ലുള്ള ഇലക്ട്രോണുകൾ വീക്ക്ലി അട്രാക്റ്റഡ് ആയതുകൊണ്ട് they can move out from the atom, and therefore these electrons, that is
They can move freely throughout the metal. ആ മെറ്റലിലൂടെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ദാറ്റ് ഇലക്ട്രോൺസ് ആർ കാൾഡ് മൊബൈൽ ഇലക്ട്രോൺസ് ഓർ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ഇലക്ട്രോണുകൾ ഓരോ മെറ്റൽ ആറ്റവും ഇതുപോലെ ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്ത് ഒരു മെറ്റാലിക് സോളിഡ് നിങ്ങൾ പരിശോധിച്ചാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഇൻ വിച്ച് ഇലക്ട്രോണുകൾ ആറ്റത്തിൽ നിന്നും പുറത്തേക്ക് പോയാൽ ആ ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ആൻഡ് ഇറ്റ് ബിക്കം എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആറ്റം അല്ല, പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോൺസ് ആണ് അവിടെ ഉള്ളത്. ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദി sea of free electrons, and that free metal ions are called kernels. So അപ്പോൾ നമുക്ക് പറയാം, in ionic solids the constant particles are positively charged metal ions called kernels and free electrons. So we can say a metallic solid is just like a sea of free electrons in which the positively charged kernels or positively charged metal ions are arranged here and there. This is the arrangement of a metallic solid. So which indicating that a metallic solid or a metal is having a lot of free electrons, and because of the presence of these free mobile electrons they can conduct electricity, or we know that metals are good conductors of electricity and heat. And not only about its property, and you all know that they are very hard solids. And why they are become very hard? Because of strong metallic bonding between these metal atoms. അതായത് മെറ്റാലിക് സോളിഡ്സിനകത്ത് മെറ്റൽ ആറ്റംസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്തിരിക്കുന്നു. കാരണം there is a strong attractive force between the metal atoms called metallic bonding. That is another property of metallic solids or metals. So once again, what are metallic solids? Simply you want to understand made up of metal atoms, but we need to know the metal atoms are heavier, so it contains a lot of free electrons. So we need to change its definition. A metallic solid contains the constant particles as positively charged metal ions and free electrons. So we can say a metallic solid is a sea of free electron in which the positively charged kernels are present here and there. Because of the presence of that free electrons, they are good conductors of heat and electricity. And the next point what I told is there is a strong intermolecular force of attraction between these metal ions or metal atoms called strong metallic bonding. So they are very hard, highly denser and have high melting and boiling point. Okay, that was the third metallic solid. And the fourth one, it is covalent or network solid. എന്താണ് covalent solid or network solid? Best example ഞാൻ നേരത്തെ പറഞ്ഞു, ഡയമണ്ട്, ഗ്രാഫൈറ്റ് പോലുള്ളവ. അതായത് നിങ്ങൾക്കറിയാം, ഡയമണ്ട് ആയാലും ഗ്രാഫൈറ്റ് ആയാലും there is a strong covalent bonding and there is 3-dimensional network of bonding in diamond. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ജയൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഓർ ജയൻ്റ് ആയിട്ടുള്ള സോളിഡ്സ് which are made up of some atoms, they bonded together through covalent bonding. അതായത് കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെ കണക്ട് ചെയ്യപ്പെട്ടുണ്ടാകപ്പെടുന്ന വളരെ ജയൻ്റ് ആയിട്ടുള്ള വളരെ ബിഗറായിട്ടുള്ള സോളിഡ്സുകളെ, മോളിക്കുലാർ സോളിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. എന്തുകൊണ്ട് ഇവരെ നെറ്റ്വർക്ക് സോളിഡ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, യു നോ ദാറ്റ് ബിക്കോസ് ഓഫ് ദർ ഇസ് എ 3-dimensional network of bonding, and also that network of bonding is covalent bonding, and that is the reason why they are called covalent or network solid. You know, in these solids, because of that strong covalent bonding, they have high melting and boiling point. They are very hard and brittle solids. So do you know that diamond, it is the hardest metal in the world or in the universe? So we can say why diamond become hardest material? Because of the 3-dimensional network of bonding that you studied in 11th standard. And graphite, there also you can see there is a strong covalent bonding, and it is 3-dimensional network of bonding, and therefore they have high melting and boiling point, and they are very hard, I told. And one more point I can add there, they are bad conductors of electricity also, because there is no free electrons present in them.
but you know there is one contradiction for that, that is graphite. It is a covalent or a network solid, but it is a good conductor of electricity. That you know the reason. In graphite, the carbon atoms are undergoing, you studied, sp2 hybridization. Because of sp2 hybridization, the atoms are arranged in a planar shape or planar way. That is sp2 hybridization ആയതുകൊണ്ട് ആറ്റംസിനെ trigonal planar ഷേപ്പിലാണ് അറേഞ്ച് ചെയ്യുക. സോ വിച്ച് മീൻസ് ഇൻ ഗ്രാഫൈറ്റ് ദ കാർബൺ ആറ്റംസ് ആർ അറേഞ്ച് ലൈക്ക് ഷീറ്റ്സ്. ഷീറ്റുകൾ പോലെയാണ് ഗ്രാഫൈറ്റിനകത്ത് കാർബൺ ആറ്റംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വൺ ലെയർ ഓഫ് carbon atoms can slide over the other. So that is the reason why graphite is a very smooth solid. Therefore it is used as a lubricant. And the next point, because of sp2 hybridization, only 3 electrons of carbon atom, outer electron, is used for bonding, and the 4th electron that it become free. അതായത് കാർബൺ ആറ്റത്തിൻ്റെ കയ്യിൽ 4 വാലൻസ് ഇലക്ട്രോണുകൾ ഉള്ളതിൽ 3 ഇലക്ട്രോണുകളെ മാത്രമേ ബോണ്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. 4ാമത്തെ ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ ആണ്. സോ ദാറ്റ് ഫ്രീ ഇലക്ട്രോൺ ക്യാൻ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ സോളിഡ്, ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ, ആൻഡ് ദാറ്റ് ഫ്രീ ഇലക്ട്രോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ electrical conductivity of graphite. It is a good question. Why graphite is, the question is that graphite is a covalent or a network solid, but it is a good conductor of electricity. You want to say the reason. In graphite there are it's made up of carbon atom. It is having 4 valence electron. Out of 4 valence electron, only 3 are used for bonding, and the 4th electron is a free electron, so it can move freely throughout the solid. So that mobile electron, that free electron, is responsible for the electrical conductivity of graphite. And again, why graphite become a smooth solid? Again, there is an answer. In graphite, the carbon atoms are undergoing sp2 hybridization. Therefore, the carbon atoms are arranged like a trigonal planar manner. That is 2-dimensional trigonal planar manner. So which means in graphite the carbon atoms are arranged like a sheets or layers of sheets. So therefore one layer of carbon atom can slide over the other, and that is the reason why it is a smooth solid, and therefore it is used as a lubricant, solid lubricant. Okay, so these are the 4 different types of crystalline solids, and the last 2 metallic solids and covalent solids. Okay.